മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആകാൻ ശ്രമിക്കേണ്ടത്, അതാണ് ഇനിയുള്ള ഇന്നർ വർക്ക്. ആദ്യം തന്നെ ട്രൈ ടു ബി ഹാപ്പി, അതായത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെയാണ് ഹാപ്പി ആകുന്നത്? നമുക്ക് സന്തോഷം തരുന്ന എന്തും ചെയ്യാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആകാം അല്ലേ? അത് എത്ര ചെറിയ കാര്യമോ ആയിക്കോട്ടെ. ഇപ്പം ഞാനത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊന്നും ചിന്തിക്കേണ്ട, അത് ചെയ്യുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ ഹോബീസൊക്കെ വളർത്തിയെടുക്കാം. നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അർഹതയുള്ളവരെ സഹായിക്കാം, ഡാൻസ് ചെയ്യാം, പെയിൻറ് ചെയ്യാം, പാട്ട് പാടാം, ഡ്രൈവിങ് ചെയ്യാം, ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര പോവുകയും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ആണ് സെറോട്ടോണിൻ, ഡൊപാമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ശരീരത്തിൽ ഈ ഹോർമോൺസിൻ്റെ ലെവൽ കൂടുന്നു. അത് ശരീരത്തിൻ്റെ സ്ട്രെസ് കുറയ്ക്കുന്നു, ബോഡിയും മൈൻഡും റിലാക്സ് ആൻഡ് കാം ആകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എനർജി വൈബ് ഹൈ ആകുന്നു അല്ലേ? സോ ട്രൈ ടു ബി ഹാപ്പി ആൾവേസ്. ഇതാണ് ട്രൈ ടു ബി ഗ്രേറ്റ്ഫുൾ. നമുക്ക് കിട്ടിയ എത്ര ചെറിയ കാര്യത്തിന് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഡിവൈൻ ജേർണി തന്നതിനും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ നിങ്ങളുടെ DM-നെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിനും ഡിവൈനോട് നന്ദി പറയുക. നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളെ ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല പേഴ്സണായിട്ട് മാറ്റിയെടുത്ത നിങ്ങളുടെ DM-നോട് നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് വഴി നിങ്ങളുടെ പോസിറ്റീവ് വൈബ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ട്രൈ ടു ബി പേഷ്യൻറ്റ്. നിങ്ങൾക്ക് ക്ഷമയുണ്ടോ? ഈ ജേർണിയിലൂടെ പോകുന്ന ഓരോ DFനും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ്, ക്ഷമ. നമ്മൾ വെയിറ്റ് ചെയ്യാൻ പഠിക്കണം. എല്ലാം അതിൻ്റേതായ ഒരു ടൈമിൽ നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കണം. എങ്ങനെയാണ് ക്ഷമയുണ്ടാകുന്നത്? ഒരു കാര്യം നടക്കും എന്ന ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതുവഴി ക്ഷമ എന്ന ഗുണം നമ്മളിൽ വളരുകയാണ്. ഓക്കെ, അതിന് ആദ്യം നമ്മൾക്ക് ഈ ജേർണി തന്ന ഡിവൈനെ ആഴത്തിൽ വിശ്വസിക്കുക. അതുപോലെ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയും ആഴത്തിൽ വിശ്വസിക്കുക. ഓക്കെ, സോ ട്രൈ ടു ബി പേഷ്യൻറ്റ് ആൾവേസ്. അടുത്തതാണ് ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കുക. എന്നും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചാൽ ശരിയാകുമോ? ഇല്ല. സോ നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാകണം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ നോക്കണം. എത്ര ചെറിയ ജോലിയോ ആയിക്കോട്ടെ, സർക്കാർ ജോലി മാത്രമല്ല, കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും മഹത്തരമാണെന്ന് വിശ്വസിക്കുക. ഓക്കെ, ഓരോരോ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശീലിക്കുക. ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ DM ഇല്ലാതെയും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന മനോഭാവം വളർത്തിയെടുക്കുക, അത് പ്രാവർത്തികമാക്കുക. ഓക്കെ, സോ ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ്. താങ്ക് യു.